ഓക്കേ. അപ്പൊ നമ്മള് കഴിഞ്ഞ ദിവസം നോക്കിയ കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടോ? എന്താ അവസ്ഥ? ഒത്തിരി ഡേറ്റും കാര്യങ്ങളും ഒക്കെ നമ്മൾ നോക്കിയില്ലായിരുന്നോ? നമ്മള് എന്തൊക്കെയാ നോക്കിയിരുന്നേ? ഡിസാസ്റ്റേഴ്സ്, കുറച്ച് മേജർ ആയിട്ടുള്ള ഡിസാസ്റ്റേഴ്സ് ഏതൊക്കെയാന്ന് പറഞ്ഞിരുന്നു. പിന്നെ എൻവയോൺമെന്റൽ മൂവ്മെന്റ്സ്, പിന്നെ എൻവയോൺമെന്റൽ റെഗുലേഷൻസ്, ഇതെല്ലാം ഡിസ്കസ് ചെയ്തിരുന്നു അല്ലേ? ഓക്കെ. നമ്മുടെ ചെർണോബിയൽ ഡിസാസ്റ്റർ എന്നായിരുന്നു? ചെർണോബിയൽ 1986. ഓക്കെ. എയർ ആക്ടോ? എയർ ആക്ട് 81. ഓക്കെ. ചിപ്കോ മൂവ്മെന്റ്? 73. ഓക്കെ. അപ്പൊ നമുക്കിന്ന് നെക്സ്റ്റ് ഗ്ലോബൽ എൻവയോൺമെന്റൽ ഇഫോർട്ട്സ് എന്തൊക്കെയാന്ന് നോക്കാം അല്ലേ? ഓക്കെ. സോ ഗ്ലോബൽ എൻവയോൺമെന്റൽ എഫോർട്സ് എന്ന് പറയുമ്പോൾ ഗ്ലോബലി നമ്മുടെ എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട്, അതായത് എൻവയോൺമെന്റൽ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് അഡ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗ്ലോബലി എടുത്തിട്ടുള്ള എഫോർട്സിനെയാണ് നമ്മൾ ഗ്ലോബൽ എൻവയോൺമെന്റൽ എഫോർട്സ് എന്ന് പറയുന്നത്. ഓക്കെ. സോ അതിൽ നമ്മൾ ആദ്യം തന്നെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ടേംസ് നമുക്കൊന്ന് പരിചയപ്പെടാം. ഫസ്റ്റ് വൺ ആണ് CBDR, അതായത് കോമൺ ബട്ട് ഡിഫറൻഷിയേറ്റഡ് റെസ്പോൺസിബിലിറ്റീസ്. കോമൺ ബട്ട് ഡിഫറൻഷിയേറ്റഡ് റെസ്പോൺസിബിലിറ്റി എന്ന് പറയുമ്പോൾ ഒരു ഇന്റർനാഷണൽ എൻവയോൺമെന്റൽ ലോയിലെ മേജർ ആയിട്ട് വരുന്ന ഒരു പ്രിൻസിപ്പിൾ ആണ് കോമൺ ബട്ട് ഡിഫറൻഷിയേറ്റഡ് റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. സോ ഈ പ്രിൻസിപ്പിൾ അനുസരിച്ചിട്ട് എല്ലാ കൺട്രീസിനും ഒരു കോമൺ റെസ്പോൺസിബിലിറ്റി ആയിരിക്കും ഉണ്ടാവുക. അതായത് ക്ലൈമറ്റ് ചേഞ്ചിനെ അല്ലെങ്കിൽ ഒരു എൻവയോൺമെന്റൽ ചാലഞ്ചിനെ അഡ്രസ്സ് ചെയ്യാനായിട്ട് എല്ലാ കൺട്രീസും ഷെയർ ചെയ്യുന്നത് ഒരു കോമൺ റെസ്പോൺസിബിലിറ്റി ആയിരിക്കും. എക്സാമ്പിൾ ലൈക്ക് എന്താണ്, ഗ്രീൻ ഹൗസ് ഗ്യാസിന്റെ റിഡക്ഷൻ. ടേക്ക് ഇറ്റ് ആസ് ആൻ എക്സാമ്പിൾ. ഇനി സെക്കൻഡ് പ്രിൻസിപ്പിൾ പറയുന്ന ഡിഫറൻഷിയേറ്റഡ് റെസ്പോൺസിബിലിറ്റീസിനെ കുറിച്ചിട്ടാണ്. അതായത് ഓരോ കൺട്രീസിന്റെയും കപ്പാസിറ്റീസും ടെക്നോളജിക്കൽ അഡ്വാൻസസും എല്ലാം വ്യത്യാസമാണ്. അതായത് ഡെവലപ്ഡ് കൺട്രീസ് ഉണ്ട്, ഡെവലപ്പിംഗ് സ്റ്റേറ്റിലുള്ള കൺട്രീസ് ഉണ്ട്, അണ്ടർ ഡെവലപ്ഡ് കൺട്രീസ് ഉണ്ട്. സോ ഓരോ കൺട്രീസിനും അവരുടെ കേപ്പബിലിറ്റീസ് അല്ലെങ്കിൽ കപ്പാസിറ്റീസ് എന്ന് പറയുന്നത് വ്യത്യസ്തമായ രീതിയിലാണ് ഉള്ളത്. സോ അക്കോർഡിംഗ് ടു ദെയർ കപ്പാസിറ്റീസ് എങ്ങനെയാണോ അവർക്ക് എങ്ങനെയെല്ലാം ഈ ക്ലൈമറ്റ് ചേഞ്ചിനെ അഡ്രസ് ചെയ്യാനായിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഈ ഡിഫറൻഷിയേറ്റഡ് റെസ്പോൺസിബിലിറ്റീസിൽ പറയുന്നത്. ഓക്കെ. സോ ആദ്യം പറയുന്നത് ഒരു കോമൺ റെസ്പോൺസിബിലിറ്റി, അതായത് നമ്മൾ ഒരു ക്ലൈമറ്റ് ചേഞ്ചിനെ അഡ്രസ് ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മുടെ കോമൺ റെസ്പോൺസിബിലിറ്റി. ഇനി ഡിഫറൻഷിയേറ്റഡ് റെസ്പോൺസിബിലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ കൺട്രീസിന്റെയും കപ്പാസിറ്റിക്ക് അനുസരിച്ച് ആ കൺട്രീസിന് തീരുമാനിക്കാം ഏത് രീതിയിൽ അവർക്ക് അതിനെ അഡ്രസ് ചെയ്യാൻ പറ്റും എന്നുള്ളത്. അതായത് ഇപ്പോൾ ഗ്രീൻ ഹൗസ് ഗ്യാസ് റിഡക്ഷൻ ആണെങ്കിൽ ഇപ്പൊ എല്ലാ കൺട്രീസിനും ഒരുപോലെ ചെയ്യാൻ പറ്റില്ല. ചില കൺട്രീസിന് വേണമെങ്കിൽ ഒരു 5% കുറക്കാം, ചിലവർക്ക് 10% കുറക്കാം, ചിലവർക്ക് 2% ആവാം. സോ അക്കോർഡിംഗ് ടു ദെയർ കപ്പാസിറ്റീസ് ദേ ക്യാൻ മീറ്റ് ദെയർ ടാർഗറ്റ്. അതാണ് ഡിഫറൻഷിയേറ്റഡ് റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. മനസ്സിലായോ? കോമൺ ബട്ട് ഡിഫറൻഷിയേറ്റഡ് റെസ്പോൺസിബിലിറ്റി. ഓക്കെ. ഇനി നെക്സ്റ്റ് വൺ ആണ് കൺവെൻഷൻസ് ആൻഡ് പ്രോട്ടോകോൾസ്. കൺവെൻഷൻ എന്ന് പറയുന്നത് ഒരു ബ്രോഡർ ആയിട്ടുള്ള ഒരു ഫ്രെയിംവർക്ക് ഓഫ് എഗ്രിമെന്റ് ആണ്. അതായത് ജനറൽ പ്രിൻസിപ്പിൾസും ഗോൾസും ഒക്കെ ഉള്ള ഒരു ബ്രോഡർ ഫ്രെയിംവർക്കിനെയാണ് നമ്മൾ കൺവെൻഷൻ എന്ന് പറയുന്നത്. പ്രോട്ടോകോൾ എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ സ്പെസിഫിക് ആയിട്ട് ഡീറ്റെയിൽ ആയിട്ടുള്ള എഗ്രിമെന്റിനെയാണ് നമ്മൾ പ്രോട്ടോകോൾ എന്ന് പറയുന്നത്. അതായത് ഏതെങ്കിലും ഒരു സ്പെസിഫിക് ആയിട്ടുള്ള കൺവെൻഷന്റെ അണ്ടറിൽ വരുന്നതായിരിക്കും എന്ത്,
നമ്മുടെ പ്രോട്ടോകോള്. ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് സ്കൂൾ അസംബ്ലി എടുക്കാം. അതായത് നമ്മുടെ സ്കൂൾ അസംബ്ലി ഒരു കൺവെൻഷൻ ആണ്. നമ്മുടെ എല്ലാ ക്ലാസ്സസും ഉണ്ട്. അവർക്കൊരു കോമൺ ആയിട്ട് ഉള്ള ഒരു ജനറൽ പ്രിൻസിപ്പിൾ ആയിരിക്കും. അതായത് എല്ലാ ക്ലാസ്സസും വന്ന് ലൈനപ്പ് ചെയ്യുക, അങ്ങനെ ഒരു സ്കീം, ഒരു കോമൺ ആയിട്ടുള്ള ജനറൽ പ്രിൻസിപ്പിൾ ആയിരിക്കും. ഇനി പ്രോട്ടോകോൾ എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു ക്ലാസ് മീറ്റിംഗ്സ്, അതായത് ഒരു PTA മീറ്റിങ്ങോ കാര്യങ്ങളൊക്കെ എടുക്കുക. അപ്പൊ കുറച്ചും കൂടെ സ്പെസിഫിക് ആയിരിക്കും. അതായത് ഓരോ ക്ലാസ്സിനും സെപ്പറേറ്റ് മീറ്റിംഗ്സ്, അവർക്ക് മീറ്റ് ചെയ്യാനുള്ള സെപ്പറേറ്റ് ടാർഗറ്റ്സ്, അവരുടേതായ അജൻഡാസ്, അങ്ങനെ കുറച്ചുകൂടെ സ്പെസിഫിക് ആയിരിക്കും. എന്നാലും അത് എന്തിന്റെ അണ്ടറിലാണ് വരുന്നത്? നമ്മുടെ ഈ സ്കൂൾ എന്ന മെയിൻ ഓർഗനൈസേഷന്റെ അണ്ടറിൽ തന്നെയല്ലേ വരുന്നത്. സോ അതാണ് എന്ത് കൺവെൻഷനും പ്രോട്ടോകോളും തമ്മിലുള്ള ഒരു വ്യത്യാസം. മനസ്സിലായോ? കൺവെൻഷൻ എന്ന് പറയുമ്പോൾ ജനറൽ ആണ്, പ്രോട്ടോകോൾ എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ സ്പെസിഫിക് ആണ്, ഡീറ്റെയിൽഡ് ആണ്. അത് ഒരു കൺവെൻഷന്റെ അണ്ടറിൽ വരുന്നതായിരിക്കും പ്രോട്ടോകോള്. ക്ലിയർ ആണോ? ഓക്കെ. ഇനി നെക്സ്റ്റ് ആണ് കോൺഫറൻസ് ഓഫ് പാർട്ടീസ്. അതായത് ഒരു കൺവെൻഷൻ നടക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു കൺവെൻഷൻ ഫ്രെയിം വർക്കിൽ അവരുടെ കാര്യങ്ങളെല്ലാം തീരുമാനിക്കാനായിട്ട് ആ ഒരു മീറ്റിംഗ് നടക്കുമ്പോൾ തീരുമാനിക്കാനായിട്ട് ഒരു സുപ്രീം ഗവേണിംഗ് ബോഡി ഉണ്ടാവും. ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ ആ കൺവെൻഷനിൽ എടുത്തിട്ടുള്ള തീരുമാനങ്ങൾ കറക്റ്റായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ടും അതിനെ കറക്റ്റായിട്ട് റിവ്യൂ ചെയ്യാനായിട്ടും എല്ലാത്തിനുമായിട്ട് അവർക്കൊരു സുപ്രീം ഗവേണിംഗ് ബോഡി ഉണ്ടാവും. ആ സുപ്രീം ഗവേണിംഗ് ബോഡിനെയാണ് നമ്മൾ കോൺഫറൻസ് ഓഫ് പാർട്ടീസ് എന്ന് പറയുന്നത്. ഓക്കെ. ഫോർ എക്സാമ്പിൾ നമ്മുടെ UNFCC, CBD, UNCCD പോലുള്ള മേജർ കൺവെൻഷൻസിനൊക്കെ ഒത്തിരി അധികം COPs ഉണ്ട്. ഓക്കെ. ഇനി കോൺഫറൻസ് ഓഫ് പാർട്ടീസ് കഴിഞ്ഞാൽ നെക്സ്റ്റ് വരുന്നതാണ് മീറ്റിംഗ് ഓഫ് ദ പാർട്ടീസ്. മീറ്റിംഗ് ഓഫ് ദ പാർട്ടീസ് എന്ന് പറയുമ്പോൾ നമ്മുടെ കോൺഫറൻസ് ഓഫ് പാർട്ടീസ് പോലെ തന്നെ സെയിം ആയിട്ടുള്ള ഫംഗ്ഷൻ ആണുള്ളത്. അതായത് പക്ഷെ ഒരു വ്യത്യാസം വരുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരു ലീഗലി ബൈൻഡിങ് ആയിരിക്കും. അതുപോലെ തന്നെ ഒരു പ്രോട്ടോകോളിന്റെ എന്താണ് ഫ്യൂച്ചർ, അതായത് വേ ഫോർവേഡ് പോലെയാണ് മീറ്റിംഗ് ഓഫ് ദ പാർട്ടീസ് വരുന്നത്. നമ്മൾ കൺവെൻഷനിൽ നമ്മൾ കോൺഫറൻസ് ഓഫ് പാർട്ടീസ് നടത്തിയിട്ട് പുതിയ പുതിയ തീരുമാനങ്ങളും അതിന്റെ ഇംപ്ലിമെന്റേഷൻസും അത് റിവ്യൂ ചെയ്യാനൊക്കെ ആയിട്ട് നമ്മൾ കോൺഫറൻസ് ഓഫ് പാർട്ടീസ് ആണ് ഗവേണിംഗ് ബോഡി ആയിട്ട് വരാം. മീറ്റിംഗ് ഓഫ് പാർട്ടീസ് എന്ന് പറയുമ്പോൾ പ്രോട്ടോകോളിന്റെ സുപ്രീം ഗവേണിംഗ് ബോഡിയാണ് മീറ്റിംഗ് ഓഫ് ദ പാർട്ടീസ്. സോ ഇത് കുറെ കൂടെ ഡീറ്റെയിൽഡ് ആണ്, അതുപോലെ തന്നെ ലീഗലി ബൈൻഡിങ്ങും ആണ്. ഓക്കെ. ലീഗലി ബൈൻഡിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒരു ലോ എൻഫോഴ്സ് ചെയ്യുന്നുണ്ടാവും. അതായത് സപ്പോസ് അവർ ഒരു ഇംപ്ലിമെന്റേഷൻ നടത്താണ്, ഒരു ടാർഗറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ആ കൺട്രീസ് ആ ടാർഗറ്റ് ഇന്ന ടൈമിൽ അച്ചീവ് ചെയ്തിരിക്കണം. ചെയ്തില്ലെങ്കിൽ ആ ലോ അനുസരിച്ച് എന്താണോ പണിഷ്മെന്റ് അത് ആ കൺട്രി സ്വീകരിക്കേണ്ടി വരും. ഓക്കെ. അതാണ് ലീഗലി ബൈൻഡിങ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? കോൺഫറൻസ് ഓഫ് പാർട്ടീസ് ആൻഡ് മീറ്റിംഗ് ഓഫ് പാർട്ടീസ്. ഓക്കെ. അതാ ഇതൊരു സമ്മറി പോലെ പറയുന്നതാണ് നമ്മുടെ കോൺഫറൻസ് ഓഫ് പാർട്ടീസിന്റെയും അതുപോലെ തന്നെ മീറ്റിംഗ് ഓഫ് പാർട്ടീസിന്റെയും. കോൺഫറൻസ് ഓഫ് പാർട്ടീസ് വരുന്നത് ഒരു കൺവെൻഷന്റെ അണ്ടറിലാണ്. അതുപോലെ മീറ്റിംഗ് ഓഫ് പാർട്ടീസ് എന്ന് പറയുമ്പോൾ ഒരു സ്പെസിഫിക് പ്രോട്ടോകോളിന്റെ മീറ്റിംഗ് ആണ് മീറ്റിംഗ് ഓഫ് ദ പാർട്ടീസ് വരിക. പിന്നെ ഇതെന്താണ്, ഒരു ബ്രോഡ് പോളിസി അല്ലെങ്കിൽ ഫ്രെയിം വർക്കിനെയാണ് നമ്മൾ COP പറയുക. MOP പറയുമ്പോൾ കുറച്ചും കൂടെ സ്പെസിഫിക് ആയിട്ടുള്ള ലീഗൽ ഒബ്ലിഗേഷൻസ് വരുന്നുണ്ട്. പിന്നെ COPs ആനുവലി അല്ലെങ്കിൽ 2 വർഷം കൂടുമ്പോഴൊക്കെയാണ് മീറ്റ് ചെയ്യുക. പ്രോട്ടോകോൾസ് ഡിപ്പെൻഡിങ് അപ്പോൺ ഓരോ പ്രോട്ടോകോൾ, ക്യോട്ടോക്ക്, മോൺട്രിയലിന് എല്ലാത്തിനും വ്യത്യാസമുണ്ട്. ചില പ്രോട്ടോകോൾസ് എല്ലാ ഇയേഴ്സിലും എന്താണ് മീറ്റപ്പ് നടത്തുന്നുണ്ട്, അതായത് മീറ്റിംഗ് ഓഫ് പാർട്ടീസ് ഉണ്ട്. ചിലതിന് 2 വർഷം കൂടുമ്പോഴാകാം, ചിലത് 3 വർഷം കൂടുമ്പോഴാകാം. ഇറ്റ് ഡിപ്പെൻസ് അപ്പോൺ ദാറ്റ് പ്രോട്ടോകോൾ എന്താണോ പറയുന്നത് അതനുസരിച്ചിട്ട് അത് വേരി ചെയ്യും. ഓക്കെ. സോ മേജർ ആയിട്ട് COPs വരുന്നത് കൺവെൻഷനും MOPs വരുന്നത് പ്രോട്ടോകോളിനും. ഓക്കെ. സെറ്റ് അല്ലേ? ഓക്കെ, സെറ്റ്. ഇനി നമ്മൾ കാര്യത്തിലേക്ക് കിടക്കണം. ഇപ്പൊ ഇത്രയും കാര്യങ്ങളെല്ലാം ക്ലിയർ അല്ലേ? നമ്മൾ ഇത്രയും ഒരു ബേസിക് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് പറഞ്ഞത്.
ഒന്ന് CBDR പറഞ്ഞു, പിന്നെ അതുപോലെ കൺവെൻഷൻ എന്താന്ന് പറഞ്ഞു, പ്രോട്ടോകോൾ എന്താന്ന് പറഞ്ഞു, പിന്നെ കോൺഫറൻസ് ഓഫ് പാർട്ടീസ്, മീറ്റിംഗ് ഓഫ് ദ പാർട്ടീസ്. നെക്സ്റ്റ് വണ്ണാണ് നമ്മുടെ കൺവെൻഷൻസിലേക്ക് നമ്മൾ കിടക്കുകയാണ്. സോ ഗ്ലോബലി നമ്മൾ എടുക്കുമ്പോൾ ഏറ്റവും ആദ്യം നടന്നിട്ടുള്ള ദ വെരി ഫസ്റ്റ് മേജർ എൻവയോൺമെന്റൽ കൺവെൻഷൻ ആണ് UNCHE എന്ന് പറയുന്ന കൺവെൻഷൻ. അതായത് യുണൈറ്റഡ് നേഷൻസ് കോൺഫറൻസ് ഓൺ ദ ഹ്യൂമൻ എൻവയോൺമെന്റ്, UNCHE. ഇതാണ് ഗ്ലോബലി ആദ്യമായി നടക്കുന്ന എൻവയോൺമെന്റൽ കൺവെൻഷൻ. അതായത് എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ എൻവയോൺമെന്റിനെ ടേക്ക് കെയർ ചെയ്യണം എന്നുള്ള രീതിയിൽ ചർച്ചകളും കാര്യങ്ങളും ഒക്കെ തുടങ്ങുന്നത് തന്നെ ഈ ഒരു കൺവെൻഷനിൽ നിന്നാണ്. ഓക്കെ, സോ ഇതിനെയാണ് നമ്മൾ സ്റ്റോക്ക്ഹോം കൺവെൻഷൻ എന്നും പറയും. 1972 ഇത് നടന്നിട്ടുള്ളത്. സോ ഈ സ്റ്റോക്ക്ഹോം കൺവെൻഷന്റെ റിസൾട്ട് ആയിട്ട് വന്നിട്ടുള്ളതാണ് സ്റ്റോക്ക്ഹോം ഡിക്ലറേഷൻ. അതായത് ഒരു 26 പ്രിൻസിപ്പിൾസ് ഒക്കെ ഉള്ള ഒരു ഡിക്ലറേഷൻ ആണ് സ്റ്റോക്ക്ഹോം ഡിക്ലറേഷൻ എന്ന് പറയുന്നത്. സോ സ്റ്റോക്ക്ഹോം കോൺഫറൻസിന്റെ, അതായത് 1972 നടന്ന ഈ കൺവെൻഷന്റെ ഭാഗമായിട്ട് ഫോം ചെയ്തിട്ടുള്ള ബോഡിയാണ് UNEP, യുണൈറ്റഡ് നേഷൻസ് എൻവയോൺമെന്റ് പ്രോഗ്രാം. ഓക്കെ, അതായത് എൻവയോൺമെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം കോർഡിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇഷ്യൂസ്, അതായത് എൻവയോൺമെന്റൽ ഇഷ്യൂസിനെ എല്ലാം കറക്റ്റ് ആയിട്ട് കോർഡിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു ബോഡിയാണ് UNEP എന്ന് പറയുന്ന യുണൈറ്റഡ് നേഷൻ എൻവയോൺമെന്റ് പ്രോഗ്രാം. സോ ഇത് ഫോം ചെയ്തത് സ്റ്റോക്ക്ഹോം കൺവെൻഷനിലായിരുന്നു. ഓക്കെ, സോ ഇറ്റ് ഫോക്കസസ് ഓൺ ദ എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ ആൻഡ് ഇറ്റ് ഈസ് ദ വെരി ഫസ്റ്റ് ഗ്ലോബൽ മീറ്റിംഗ്. ഓക്കെ, ക്ലിയർ ആണോ? സോ UNEPയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത് കെനിയയിലാണ്. അതും കൂടെ ജസ്റ്റ് ഒന്ന് ഓർത്തോളൂ, ഇനി എങ്ങാനും ക്വസ്റ്റ്യൻ വന്നാലോ. കെനിയയില് നൈറോബി കെനിയയിലാണ് വരുന്നത്. ഓക്കെ, UNEPയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് കേട്ടോ, UNEPയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് നൈറോബി കെനിയയിലാണ്. ക്ലിയർ അല്ലേ? സ്റ്റോക്ക്ഹോം കൺവെൻഷൻ ഓർ സ്റ്റോക്ക്ഹോം കോൺഫറൻസ് എന്ന് പറയുന്നത് വെരി ഫസ്റ്റ് ആയിട്ടുള്ള ആദ്യത്തെ എൻവയോൺമെന്റൽ കൺവെൻഷൻ ആണ് സ്റ്റോക്ക്ഹോം കൺവെൻഷൻ. അതിന് നമ്മൾ സ്റ്റോക്ക്ഹോം കോൺഫറൻസ് എന്നും പറയുന്നുണ്ട്. ഓൾസോ യുണൈറ്റഡ് നേഷൻസ് കോൺഫറൻസ് ഓൺ ഹ്യൂമൻ ആൻഡ് എൻവയോൺമെന്റ് എന്നും അറിയപ്പെടുന്നുണ്ട്. 1972 ഉണ്ടായിരുന്നത്. അതിന്റെ മേജർ ഫോക്കസ് എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ ആയിരുന്നു. സോ അതിന്റെ ഒരു ഔട്ട്കം ആയിരുന്നു നമ്മുടെ സ്റ്റോക്ക്ഹോം ഡിക്ലറേഷൻ എന്ന് പറയുന്നത്. സ്റ്റോക്ക്ഹോം ഡിക്ലറേഷൻ എന്ന് പറയുന്നത് ഒരു 26 പ്രിൻസിപ്പിൾസ് ഒക്കെ ഉള്ള ഒരു ഡിക്ലറേഷൻ ആണ്. പിന്നെ ആ ഒരു കൺവെൻഷന്റെ റിസൾട്ട് ആയിട്ട് ഫോം ചെയ്തിട്ടുള്ള ഒരു ബോഡിയാണ് UNEP, യുണൈറ്റഡ് നേഷൻസ് എൻവയോൺമെന്റ് പ്രോഗ്രാം. അതായത് എൻവയോൺമെന്റൽ ഇഷ്യൂസ് എല്ലാം കോർഡിനേറ്റ് ചെയ്യാനും കറക്റ്റ് ആയിട്ടുള്ള ആക്ഷൻസ് എടുക്കാനും വേണ്ടിയിട്ടുള്ള ഒരു റെസ്പോൺസിബിൾ ബോഡിയാണ് UNEP. ഓക്കെ, സെറ്റ് അല്ലേ? സെറ്റ് അല്ലേ? യെസ്, ഓക്കെ. ഇനി നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൺവെൻഷൻസ് ആണ് പഠിക്കുന്നത്. ഫസ്റ്റ് വൺ ഈസ് വിയന്ന കൺവെൻഷൻ. വിയന്ന കൺവെൻഷൻ എന്ന് പറയുമ്പോൾ 1985 ആണ് അഡോപ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. 1985 ഫോഴ്സിലേക്ക് വന്നത് 1988 സോ വിയന്ന കൺവെൻഷന്റെ മേജർ ആയിട്ടുള്ള ഒരു ഗോൾ എന്ന് പറയുന്നത് ഇന്റർനാഷണൽ എഫേർട്സ് ടു പ്രൊട്ടക്ട് ദ ഓസോൺ ലെയർ. ഓസോൺ ലെയർ പ്രൊട്ടക്ഷൻ ആയിരുന്നു വിയന്ന കൺവെൻഷന്റെ മേജർ എയിം എന്ന് പറയുന്നത്. സോ ഈ വിയന്ന കൺവെൻഷൻ എന്ന് പറയുന്നത് ഒരു ലീഗലി ബൈൻഡിങ് ഒന്നും ആയിരുന്നില്ല. അതായത് ഓസോൺ ലെയർ ഡിപ്ലീഷന് കാരണമായിട്ടുള്ള ഓസോൺ ഡിപ്ലീറ്റിംഗ് സബ്സ്റ്റൻസസിനെ റിഡ്യൂസ് ചെയ്യേണ്ട രീതികളോ അല്ലെങ്കിൽ എങ്ങനെ റിഡ്യൂസ് ചെയ്യണമെന്നോ എത്ര റിഡ്യൂസ് ചെയ്യണമെന്നോ എന്നുള്ള കാര്യങ്ങളൊന്നും ഒരു ലീഗലി പറഞ്ഞിട്ടുള്ള
ഒരു സംഗതി ആയിരുന്നില്ല വിയന്ന കൺവെൻഷൻ. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞു കൺവെൻഷൻ എന്ന് പറയുന്നത് ഒരു ജനറൽ അല്ലെങ്കിൽ എന്താണ് കുറച്ചുകൂടെ ഒരു ബ്രോഡർ ആയിട്ടുള്ള ഒരു ഫ്രെയിംവർക്ക് ആണെന്ന്. സോ വിയന്ന കൺവെൻഷൻ അത്ര ഒരു സെറ്റപ്പ് അല്ലായിരുന്നു, അതായത് ഒരു സക്സസ് ആയിരുന്നില്ല. സോ കുറച്ചും കൂടെ നമ്മുടെ ഓസോൺ ഡിപ്ലീഷനെതിരെ നമുക്ക് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു സ്പെസിഫിക് പ്രോട്ടോകോൾ കൊണ്ടുവന്നു. അതാണ് നമ്മുടെ മോൺട്രിയൽ പ്രോട്ടോകോൾ. സോ മോൺട്രിയൽ പ്രോട്ടോകോളിന്റെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ലീഗലി ബൈൻഡിങ് ആയിരുന്നു. അതുപോലെ തന്നെ അത് സ്പെസിഫിക് ആയിട്ട് ഓസോൺ ലെയർ ഡിപ്ലീഷന് കാരണമായിട്ടുള്ള സബ്സ്റ്റൻസസിനെ എത്ര കുറയ്ക്കണമെന്നും ഏതൊക്കെയാണ് ആ ഓസോൺ ഡിപ്ലീറ്റിംഗ് സബ്സ്റ്റൻസസ്, ODS എന്ന് പറയുന്നത് ഓസോൺ ഡിപ്ലീറ്റിംഗ് സബ്സ്റ്റൻസസ്, ഏതൊക്കെയാണ് ഓസോൺ ഡിപ്ലീറ്റിംഗ് സബ്സ്റ്റൻസസ് എന്ന് മെൻഷൻ ചെയ്യുകയും കാര്യങ്ങളെല്ലാം പറയുന്നത് മോൺട്രിയൽ പ്രോട്ടോകോളിലാണ്. ഓക്കെ, സോ അക്കോർഡിംഗ് ടു മോൺട്രിയൽ പ്രോട്ടോകോൾ ഏതാണ്ട് മോർ ദാൻ ഹൺഡ്രഡ്സ് ഓഫ് ഓസോൺ ഡിപ്ലീറ്റിംഗ് സബ്സ്റ്റൻസസിനെ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നു. സച്ച് ലൈക്ക് നമ്മുടെ ക്ലോറോഫ്ലൂറോ കാർബൺസ്, ഹാലോൺസ്, അങ്ങനെ ഒത്തിരി എന്താണ് ഓസോൺ ഡിപ്ലീറ്റിംഗ് സബ്സ്റ്റൻസസിന്റെ കാര്യങ്ങളെല്ലാം മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അതിൽ തന്നെ ഫസ്റ്റ് പീരീഡിൽ ഓരോ അതായത് CFCയുടെ ഫേസ് ഔട്ട്, പിന്നെ HCFCയുടെ ഫേസ് ഔട്ട്, അങ്ങനെയൊക്കെ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ടാർഗറ്റും ഗോളും എല്ലാം കൊടുത്തിട്ടുള്ളതായിരുന്നു മോൺട്രിയൽ പ്രോട്ടോകോള്. സോ മോൺട്രിയൽ പ്രോട്ടോകോള് വന്നത് വിയന്ന കൺവെൻഷന്റെ അണ്ടറിലായിരുന്നു, അല്ലെങ്കിൽ വിയന്ന കൺവെൻഷൻ ആണ് മോൺട്രിയൽ പ്രോട്ടോകോളിന് വേണ്ടിയിട്ടുള്ള ഒരു ഫ്രെയിംവർക്ക്, ഒരു ലീഗൽ ഗ്രൗണ്ട് വർക്ക് കൊടുത്തത് വിയന്ന കൺവെൻഷൻ ആയിരുന്നു. ഓക്കെ, സോ ഈ വിയന്ന കൺവെൻഷനും മോൺട്രിയൽ പ്രോട്ടോകോളിനും യൂണിവേഴ്സൽ റാറ്റിഫിക്കേഷൻ ആയിരുന്നു കിട്ടിയിട്ടുള്ളത്. അതായത് 198 പാർട്ടീസും UN മെമ്പേഴ്സ് ആയിട്ടുള്ള 198 പാർട്ടീസും ഇത് റാറ്റിഫൈ ചെയ്യുകയും അതുപോലെ തന്നെ UN ഹിസ്റ്ററി വെച്ച്, അതായത് UNന്റെ ചരിത്രത്തിൽ തന്നെ എന്താണ് എല്ലാ കൺട്രീസും ഒന്നിച്ച് ഏകോപിച്ച് എന്താണ് യൂണിവേഴ്സൽ റാറ്റിഫിക്കേഷൻ കിട്ടിയിട്ടുള്ള ഒരു ആദ്യത്തെ ട്രീറ്റിയുമാണ് നമ്മുടെ ഈ പറയുന്ന മോൺട്രിയൽ പ്രോട്ടോകോൾ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇന്ത്യയുടെ റോൾ എന്ന് പറയുന്നത് ഇന്ത്യ വിയന്ന കൺവെൻഷന്റെ ഭാഗമായത് 1991 മോൺട്രിയൽ പ്രോട്ടോകോളിന്റെ ഭാഗമായത് 1992 ഓക്കെ, സോ COP എന്ന് പറയുമ്പോൾ ഈ മോൺട്രിയൽ പ്രോട്ടോകോളിന്റെ വിയന്ന കൺവെൻഷന്റെ കോൺഫറൻസ് ഓഫ് പാർട്ടീസ് അഥവാ COPs ജനറലി തുടക്കത്തില് വൺസ് ഇൻ എ ഇയർ ആണ് മീറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. ദെയറാഫ്റ്റർ 3 ഇയേഴ്സിലേക്ക് അത് മാറി. ഓക്കെ, സോ നമ്മൾ പറഞ്ഞത് വിയന്ന കൺവെൻഷനിലാണ് തുടങ്ങിയത്, അവസാനിച്ചത് മോൺട്രിയൽ പ്രോട്ടോകോളില്. ഓക്കെ, വിയന്ന കൺവെൻഷൻ 1985 അഡോപ്റ്റ് ചെയ്തു. ഫോഴ്സിലേക്ക് വന്നത് 1988 മേജർ എയിം എന്ന് പറയുന്നത് ഓസോൺ ലെയർ പ്രൊട്ടക്ഷൻ ആയിരുന്നു. പിന്നെ ഇതൊരു ലീഗലി ബൈൻഡിങ് ആയിരുന്നില്ല, അതുകൊണ്ട് തന്നെ അതിന് സർട്ടൺ ടാർഗറ്റ്സ് അച്ചീവ് ചെയ്യാൻ പറ്റിയില്ല. സോ കുറച്ചുകൂടെ സ്പെസിഫിക് ആയിട്ടുള്ള ഗോൾ ഓറിയന്റഡ് ആയിട്ടുള്ള മോൺട്രിയൽ പ്രോട്ടോകോൾ വന്നു. അതിന്റെ ഒരു ലീഗൽ ഗ്രൗണ്ട് വർക്ക് ആയിരുന്നു നമ്മുടെ വിയന്ന കൺവെൻഷൻ. സോ മോൺട്രിയൽ പ്രോട്ടോകോളിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ അത് ഒരു ലീഗലി ബൈൻഡിങ് ആയിരുന്നു. അതുപോലെ തന്നെ ഓസോൺ ഡിപ്ലീറ്റിംഗ് സബ്സ്റ്റൻസസിനെ കുറിച്ച് കറക്റ്റ് ആയിട്ട് മെൻഷൻ ചെയ്യുകയും അതിനുള്ള ടാർഗറ്റ്സ് കൊടുക്കുകയും ഒക്കെ ചെയ്തത് മോൺട്രിയൽ പ്രോട്ടോകോളിനാണ്. 1987 മോൺട്രിയൽ പ്രോട്ടോകോൾ വന്നത്. സോ അക്കോർഡിംഗ് ടു ദിസ് മോൺട്രിയൽ പ്രോട്ടോകോൾ ഏകദേശം ഒരു 100ഓളം ഓസോൺ ഡിപ്ലീറ്റിംഗ് സബ്സ്റ്റൻസസിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ആൻഡ് ദിസ് ഇസ് ദ ഫസ്റ്റ് ആദ്യമായിട്ട് യൂണിവേഴ്സൽ റാറ്റിഫിക്കേഷൻ കിട്ടിയിട്ടുള്ള പ്രോട്ടോകോൾ ആണ് ഇത്. പിന്നെ ഇന്ത്യ അതിന്റെ ഭാഗമായത് വിയന്ന കൺവെൻഷന്റെ ഭാഗമായത് 1991 മോൺട്രിയൽ പ്രോട്ടോകോളിന്റെ ഭാഗമായത് 1992 ഓക്കെ, ഇതിൽ മെയിൻ ആയിട്ട് എന്നാണ് വിയന്ന കൺവെൻഷൻ, എന്താണ് അതിന്റെ എയിം, എന്നാണ് മോൺട്രിയൽ പ്രോട്ടോകോൾ, എന്താണ് അതിന്റെ എയിം, ഇത് രണ്ടും പഠിക്കുക. സെറ്റല്ലേ? ആ ഡേറ്റും അതിന്റെ എയിമും മെയിൻ ആയിട്ട് അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ്. സെറ്റല്ലേ? ഡൗട്ട് ഉണ്ടോ? എല്ലാവർക്കും ക്ലിയർ അല്ലേ? ബോറടിക്കുന്നുണ്ടോ? ഇത് കുറച്ച് ഡ്രൈ ടോപ്പിക് ആണ്.
ഓക്കെ. സോ നമുക്കിനി മോൺട്രിയൽ പ്രോട്ടോകോൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. സോ നമ്മൾ പറഞ്ഞു വിയന്ന കൺവെൻഷന്റെ അണ്ടറിലാണ് നമ്മുടെ മോൺട്രിയൽ പ്രോട്ടോകോൾ വന്നതെന്ന്. സോ മോൺട്രിയൽ പ്രോട്ടോകോളിന്റെ മേജർ എയിം എന്ന് പറയുന്നത് എന്താണ്? പ്രൊട്ടക്ഷൻ ഓഫ് ഓസോൺ ലെയർ ആണ്. ബൈ ഫേസിംഗ് ഔട്ട് ഓഫ് ദ പ്രൊഡക്ഷൻ ഓഫ് ന്യൂമറസ് സബ്സ്റ്റൻസസ് ദാറ്റ് ആർ റെസ്പോൺസിബിൾ ഫോർ ഓസോൺ ഡിപ്ലീഷൻ. ഓസോൺ ഡിപ്ലീഷന് കാരണമായിട്ടുള്ള സബ്സ്റ്റൻസസിനെ അല്ലെങ്കിൽ ഗ്യാസസിന്റെ ഫേസിങ് ഔട്ട്, അതായത് ഒന്നല്ലെങ്കിൽ അവരെ കംപ്ലീറ്റ്ലി അവരുടെ പ്രൊഡക്ഷൻ ആൻഡ് കൺസപ്ഷൻ നിർത്തലാക്കുക, അതല്ലെങ്കിൽ ഫേസ് ഡൗൺ എന്ന് പറയുന്ന ഒരു കമ്മിറ്റ്മെന്റും കൂടെ പറയുന്നുണ്ട്. സോ അത് അല്ലെങ്കിൽ അവരുടെ പ്രൊഡക്ഷൻ ആൻഡ് കൺസപ്ഷൻ റെഡ്യൂസ് ചെയ്യുക എന്നുള്ളതായിരുന്നു മോൺട്രിയൽ പ്രോട്ടോകോളിന്റെ മേജർ എയിം ആയിട്ട് പറയുന്നത്. ഓക്കെ, അതായത് ഓസോൺ ഡിപ്ലീഷന് കാരണമായിട്ടുള്ള സബ്സ്റ്റൻസസിന് കംപ്ലീറ്റ്ലി ഫേസ് ഔട്ട് ചെയ്യുക, അതല്ലെങ്കിൽ എന്താണ് ഫേസ് ഡൗൺ ചെയ്യുക, അതിന്റെ എമിഷൻസിനെ റെഡ്യൂസ് ചെയ്യുക ഫോർ ദ പ്രൊട്ടക്ഷൻ ഓഫ് ഓസോൺ ലെയർ. ഓക്കെ, സോ ഇറ്റ് വാസ് എഗ്രീഡ് ഓൺ എന്നാണ് 1987 ഫോഴ്സിലേക്ക് വരുന്നത് 1989. ഓക്കെ, മോൺട്രിയൽ പ്രോട്ടോകോൾ. ഇനി മോൺട്രിയൽ പ്രോട്ടോകോള് മേജർലി എന്താണ് 9 റിവിഷൻസ്, 9 മെയിൻ റിവിഷൻസ് മോൺട്രിയൽ പ്രോട്ടോകോളിൽ നടന്നിട്ടുണ്ട്. ഇതിൽ തന്നെ ഒരു 5 മേജർ ആയിട്ടുള്ള റിവിഷൻസ് ഉണ്ട്. അത് നമ്മൾ ഓർത്തു വെക്കുക. ജസ്റ്റ് എന്താണ് ഡേറ്റ് ഒന്ന് വെറുതെ ഓർത്തു വെച്ചാൽ മതി, കാര്യമായിട്ടൊന്നും പഠിക്കണം എന്നൊന്നുമില്ല. അതായത് ഒരു ലണ്ടൻ അമെൻമെന്റ് നടന്നിട്ടുണ്ട് 1990, കോപ്പഹാഗൻ അമെൻമെന്റ് നടന്നിട്ടുണ്ട് 1992, മോൺട്രിയൽ അമെൻമെന്റ് 1997, കിഗാലി അമെൻമെന്റ് 2016. ഈ കിഗാലി അമെൻമെന്റ് മാത്രം നന്നായി ഓർത്തിരിക്കണം. 2016 ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള മോൺട്രിയൽ പ്രോട്ടോകോളിന്റെ അമെൻമെന്റ് ആണ് കിഗാലി അമെൻമെന്റ് 2016. ഓക്കെ, ക്ലിയർ ആവുന്നുണ്ടോ? ഓക്കെ, ഇനി ഈ മോൺട്രിയൽ അമെൻമെന്റിൽ പറഞ്ഞിരുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫേസ് ഔട്ട് ഓഫ് HCFCയുടെ കാര്യമാണ് പറഞ്ഞിരുന്നത്. ഫേസ് ഔട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് അതിന്റെ പ്രൊഡക്ഷനും കൺസപ്ഷനും അവിടെ നിർത്തുക, സ്റ്റോപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഫേസ് ഔട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫേസ് ഔട്ട് ഓഫ് HCFC, അതായത് ഹൈഡ്രോക്ലോറോ ഫ്ലൂറോ കാർബൺസിന്റെ ഫേസ് ഔട്ട് ആണ് പറഞ്ഞിരുന്നത്. അതുപോലെ തന്നെ മീഥൈൽ ബ്രോമൈഡ്, അങ്ങനെ ഒത്തിരി അധികം ഗ്യാസസ് പറയുന്നുണ്ട് കേട്ടോ. മേജർ ആയിട്ട് HCFC ആണ്. ഇനി കിഗാലി അമെൻമെന്റിലേക്ക് വരുമ്പോഴത്തേക്കും എന്താണ് ഫേസ് ഡൗൺ ഓഫ് HFC ആണ് പറയുന്നത്. ഓക്കെ, കിഗാലി അമെൻമെന്റ് 2016 ഫേസ് ഡൗൺ ഓഫ് HFC, അതായത് ഹൈഡ്രോ ഫ്ലൂറോ കാർബൺസ്. ഓക്കെ, ആദ്യം തന്നെ നമ്മൾ എന്താണ് കുറച്ച്, അതായത് ഓസോൺ ഡിപ്ലീറ്റിംഗ് സബ്സ്റ്റൻസസ് ആയിട്ട് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ആദ്യം എന്താണ് CFCs, ആദ്യം പറഞ്ഞു ക്ലോറോ ഫ്ലൂറോ കാർബൺസ് ആണ് ഏറ്റവും അധികം ഓസോൺ ഡിപ്ലീഷന് കാരണമാകുന്നത്. സോ അതിന് ഈ CFCക്ക് ഓൾട്ടർനേറ്റീവ് ആയിട്ട് അല്ലെങ്കിൽ അതിന് പകരമായിട്ട് കൊണ്ടുവന്നതാണ് നമ്മുടെ ഈ HCFC എന്ന് പറയുന്ന സംഗതി, ഹൈഡ്രോ ക്ലോറോ ഫ്ലൂറോ കാർബൺസ്. പക്ഷെ ബൈ ലേറ്റർ അതും കണ്ടുപിടിച്ചു എന്താണ്, അതും ഒരു പൊട്ടന്റ് ആയിട്ടുള്ള ഒരു ഗ്രീൻ ഹൗസ് ഗ്യാസ് തന്നെയാണ് എന്താണ് HCFC എന്ന് പറയുന്നതും. അതായത് നമ്മുടെ ഇപ്പൊ CO2 വെച്ച്, CO2 ആണല്ലോ നമ്മുടെ സ്റ്റാൻഡേർഡ്. നമ്മൾ ഗ്ലോബൽ വാർമിംഗ് പൊട്ടൻഷ്യൽ പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞില്ലേ, നമ്മൾ സ്റ്റാൻഡേർഡ് മെഷർമെന്റ് ആയിട്ട് എടുക്കുന്നത് CO2 ആണെന്ന്. സോ CO2 കമ്പയർ ചെയ്ത് വെച്ച് നോക്കുമ്പോൾ ഈ HFCs, അതായത് HCFCs എന്ന് പറയുമ്പോൾ 2000 ടൈംസ് മോർ പൊട്ടന്റ് ആണെന്നാണ് പറയുന്നത് HCFCs. സോ അതിനും ഓൾട്ടർനേറ്റീവ് ആയിട്ട് അവർ കൊണ്ടുവന്നതാണ് ഈ HFC എന്ന് പറയുന്ന സാധനം. ഓക്കെ, HFC എന്ന് പറയുന്ന സാധനം. ഈ HCFC ആണ് നമ്മുടെ മോൺട്രിയൽ അമെൻമെന്റിൽ ഫേസ് ഔട്ട് ആക്കിയത്. കിഗാലി അമെൻമെന്റിൽ ഫേസ് ഔട്ട് അല്ല, ഫേസ് ഡൗൺ ആക്കിയത് HFC ആണ്. ഓക്കെ, CFCക്ക് പകരം ഓൾട്ടർനേറ്റീവ് ആയിട്ട് കൊണ്ടുവന്ന്, അല്ലെങ്കിൽ ഇത്രയും വലിയ ഹാംഫുൾ ആവുമെന്ന്, അല്ലെങ്കിൽ എന്താണ്
കുറച്ചും കൂടെ പൊല്യൂഷൻ കുറഞ്ഞിരിക്കും അല്ലെങ്കിൽ എമിഷൻ കുറഞ്ഞിരിക്കും എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് അവർ കൊണ്ടുവന്ന സാധനമാണ് ഈ HFC എന്ന് പറയുന്നത്. പക്ഷെ കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ മനസ്സിലായി HCFCയും വലിയ ഗുണമൊന്നുമില്ല, കാര്യമായിട്ട് തന്നെ നമ്മുടെ എൻവയോൺമെന്റിനെ ബാധിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ അവർ അതിനെയും കംപ്ലീറ്റ് ആയിട്ട് ഫേസ് ഔട്ട് ആക്കി കളഞ്ഞു. അത് നമ്മുടെ മോൺട്രിയൽ അമെൻമെന്റ് 1997 സോ അടുത്തത് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു ഓൾട്ടർനേറ്റീവ് ആയിരുന്നു നമ്മുടെ HFC എന്ന് പറയുന്നത്, ഹൈഡ്രോ ഫ്ലൂറോ കാർബൺസ്. സോ ഇത് HCFCനെയും CFCനെയും കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ അത്ര പ്രശ്നക്കാരനല്ല, ബട്ട് ഓൾസോ ഇറ്റ് ഈസ് ആൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഗ്രീൻ ഹൗസ് ഗ്യാസ് ആണ്. ഓക്കെ, ഒരു പൊട്ടൻ്റ് ആയിട്ടുള്ള ഗ്രീൻ ഹൗസ് ഗ്യാസ് തന്നെയാണ്. പക്ഷെ നമ്മുടെ ഇവരെ രണ്ടുപേരും കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ അത്ര വലിയൊരു വില്ലനല്ല ഈ HFC. സോ അതുകൊണ്ട് തന്നെ HFCന്റെ നമ്മൾ കംപ്ലീറ്റ് ഫേസ് ഔട്ട് അല്ല പറയുന്നത്, നമ്മൾ ഫേസ് ഡൗൺ ആണ് പറയുന്നത്. ഓക്കെ, ഫേസ് ഔട്ട് എന്ന് പറയുമ്പോൾ അതിന്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള കൺസപ്ഷൻ അല്ലെങ്കിൽ പ്രൊഡക്ഷൻ നമ്മൾ കുറയ്ക്കും. ഫേസ് ഡൗൺ എന്ന് പറയുമ്പോൾ ഡൗൺ ചെയ്യാം, റെഡ്യൂസ് ചെയ്യാന്ന് ഓർക്കുക. ഓക്കെ, കിഗാലി അമെൻമെന്റിൽ ഫേസ് ഡൗൺ ഓഫ് HFCs ആണ് ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? ഇനി കിഗാലി അമെൻമെന്റ് ഇന്ത്യ റാറ്റിഫൈ ചെയ്തത് 2021 സോ വിത്ത് ബൈ 2047 ആകുമ്പോഴേക്കും 85% റെഡ്യൂസ് ചെയ്യണം എന്നുള്ളതായിരുന്നു ടാർഗറ്റ്. ഓക്കെ, സോ കിഗാലി അമെൻമെന്റ് 2016 ഓർക്കുക. അതിന്റെ മെയിൻ ഫോക്കസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫേസ് ഡൗൺ ഓഫ് ഹൈഡ്രോ ഫ്ലൂറോ കാർബൺസ് ആണെന്നും ഓർക്കുക. ഓക്കെ, അത്രയും ഓർക്കുക. ക്ലിയർ അല്ലേ? എന്താണ് അവസ്ഥ? ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? എന്താരും ഒന്നും മിണ്ടാത്തെ? ഒന്നും മനസ്സിലായില്ലേ? ഹലോ, ഓക്കെ, കേക്കാലോ അല്ലേ? നെറ്റ്വർക്ക് ഇഷ്യൂ ഒന്നും ഇല്ലല്ലോ? ഓക്കെ, ഞാൻ പെട്ടെന്ന് ചാറ്റ് ബോക്സിലൊന്നും കാണാതായപ്പോ ഞാൻ വിചാരിച്ചു ഇനി എന്റെ നെറ്റ് എങ്ങാനും കട്ടായോന്ന്. പൊട്ടന്റെ മുമ്പിൽ ശംഖുതിയായിരുന്നു എന്ന് വിചാരിച്ചു പോയി. ഓക്കെ, അപ്പൊ നിങ്ങൾ എല്ലാവരും ഇവിടെ ഉണ്ടല്ലേ, അപ്പൊ കുഴപ്പമില്ല, ഞാൻ വെറുതെ തെറ്റിദ്ധരിച്ചു എന്നെ തന്നെ. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് നമ്മുടെ റിയോ സബ്മിറ്റ് അഥവാ റിയോ കൺവെൻഷൻ. റിയോ സബ്മിറ്റ് എന്ന് പറയുന്നത് ഓൾസോ നോൺ ആസ് UNCED, യുണൈറ്റഡ് നേഷൻസ് കോൺഫറൻസ് ഓൺ എൻവയോൺമെന്റ് ആൻഡ് ഡെവലപ്മെന്റ്. നമ്മുടെ ഈ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിനെ കുറിച്ചിട്ട് ആദ്യമായി പരാമർശിച്ചത് നമ്മുടെ റിയോ സബ്മിറ്റിലാണ്. ഓക്കെ, സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിനെ കുറിച്ച് സംസാരിച്ചത്. സോ ഈ റിയോ കോൺഫറൻസ് അല്ലെങ്കിൽ റിയോ സബ്മിറ്റ്, റിയോ കൺവെൻഷൻ എന്ന് പറയുന്നതൊക്കെ എന്താണ് 1992 ബ്രസീലില് റിയോ ഡി ജനീറോയിലാണ് നടന്നത്. ബ്രസീലില് 1992 റിയോ ഡി ജനീറോ. ഓക്കെ, ഇതിന്റെ ഒരു മേജർ ആയിട്ടുള്ള എയിം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എൻവയോൺമെന്റൽ അല്ലെങ്കിൽ ഡെവലപ്മെന്റ് റിലേറ്റഡ് പ്രോബ്ലംസിനെ അഡ്രസ് ചെയ്യുക. അതിനു വേണ്ടിയിട്ട് ഇന്റർനാഷണൽ അല്ലെങ്കിൽ എല്ലാ ഗവൺമെന്റും, ഇന്ത്യ കണക്റ്റഡ് ഗവൺമെന്റ് എല്ലാവരും കൂടായിട്ട് ഒരു ആക്ഷൻ എടുക്കുക, ഇന്റർനാഷണൽ ആക്ഷൻ എടുക്കുക. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളായിരുന്നു റിയോ സബ്മിറ്റിന്റെ മേജർ എയിം എന്ന് പറയുന്നത്. എൻവയോൺമെന്റൽ ഡെവലപ്മെന്റൽ പ്രോബ്ലംസിനെ അഡ്രസ് ചെയ്യുക എന്നുള്ളതാണ് റിയോ സബ്മിറ്റിന്റെ മേജർ എയിം എന്ന് പറയുന്നത്. സോ റിയോ സബ്മിറ്റില് മെയിൻ ആയിട്ട് ഓർത്തിരിക്കേണ്ടത്, റിയോ സബ്മിറ്റിന്റെ ഭാഗമായിട്ട് 3 കൺവെൻഷൻസ് ഫോം ചെയ്തിരുന്നു. അതായത് റിയോ സബ്മിറ്റിന്റെ ഔട്ട്കംസ് എന്ന് പറയാം നമുക്ക് വേണമെങ്കിൽ, അല്ലെങ്കിൽ റിയോ സബ്മിറ്റിന്റെ റിസൾട്ട് ആയിട്ട് ഫോം ചെയ്തതാണ് 3 മേജർ കൺവെൻഷൻസ് ഉണ്ട്. അതിനെ നമ്മൾ റിയോ കൺവെൻഷൻ എന്നും പറയും. ഓക്കെ, റിയോ കൺവെൻഷൻസ് എന്നും പറയും.
റിയോ കൺവെൻഷൻസ്. സോ റിയോ കൺവെൻഷൻസ് ഏതാണെന്നുള്ളൊരു ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ ഓർക്കുക, CBD, UNFCC, UNCCD. CBD എന്ന് പറയുമ്പോൾ കൺവെൻഷൻ ഓൺ ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി, UNFCC യുണൈറ്റഡ് നേഷൻസ് ഫ്രെയിംവർക്ക് ഓൺ കൺവെൻഷൻ ഓൺ ക്ലൈമറ്റ് ചേഞ്ച്. ജസ്റ്റ് ഒരു മിനിറ്റ്. സോറി. ഓക്കെ. സോ റിയോ കൺവെൻഷൻ എന്ന് പറയുമ്പോൾ 3 മേജർ കൺവെൻഷൻ ആണ്. CBD, UNFCC, പിന്നെ യുണൈറ്റഡ് നേഷൻസ് കൺവെൻഷൻ ടു കോമ്പാക്ട് ഡെസർട്ടിഫിക്കേഷൻ. ഓക്കെ, ഇത് മൂന്നുമാണ് റിയോ സബ്മിറ്റിന്റെ ഔട്ട്കം അല്ലെങ്കിൽ റിസൾട്ട് എന്ന് പറയുന്ന 3 മേജർ കൺവെൻഷൻസ്. റിയോ സബ്മിറ്റിന്റെ ഔട്ട്കം ഇത് മാത്രമല്ല കേട്ടോ, പിന്നെ നമ്മൾ വേറെ സംഗതികളുണ്ട്. അതായത് അജണ്ട 21, അതായത് അജണ്ട ഫോർ 21st സെഞ്ചുറി എന്നാണ് അതിനെ പറയുന്നത്. അജണ്ട 21, പിന്നെ ഫോറസ്റ്റ് പ്രിൻസിപ്പിൾസ്, സ്റ്റേറ്റ്മെന്റ് ഓൺ ഫോറസ്റ്റ് പ്രിൻസിപ്പിൾ, അങ്ങനെ 2 സംഗതികൾ കൂടി ഉണ്ട്. പക്ഷെ നമ്മൾ മെയിൻ ആയിട്ട് ഓർത്തിരിക്കേണ്ടത് ഇത് മൂന്നുമാണ്, റിയോ കൺവെൻഷൻസ്. ഓക്കെ, നമ്മൾ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾ പഠിച്ചപ്പോൾ പറഞ്ഞില്ലേ, സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾ ഐഡിയ വന്നത് Rio+20 അതായത് റിയോ കൺവെൻഷന്റെ ഒരു തുടർച്ചയായിട്ട് അതിന്റെ കാര്യങ്ങളെല്ലാം എന്താണ് കറക്റ്റ് ആയിട്ട് നടക്കുന്നുണ്ടോ, ഇംപ്ലിമെന്റ് ചെയ്ത കാര്യങ്ങളൊക്കെ റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ Rio+10 കോൺഫറൻസ് നടത്തും. അതായത് റിയോ സബ്മിറ്റ് കഴിഞ്ഞിട്ടുള്ള, അതായത് 1992 നമ്മുടെ റിയോ സബ്മിറ്റ് അല്ലെങ്കിൽ റിയോ കൺവെൻഷൻ നടന്നു. അതിന് 10 വർഷം ശേഷം നടന്നതാണ് Rio+10 കോൺഫറൻസ്. 20 വർഷം കഴിഞ്ഞ് നടന്നതാണ് Rio+20 കോൺഫറൻസ്. അതിൽ Rio+20 കോൺഫറൻസിലാണ് നമ്മൾ എന്താണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിന്റെ കാര്യങ്ങളൊക്കെ മെൻഷൻ ചെയ്തതും സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് കൊണ്ടുവന്നതും എല്ലാം Rio+20 കോൺഫറൻസിലാണ് എന്നൊക്കെ പറഞ്ഞ് ഓർക്കുന്നുണ്ടോ? ഓർമ്മയുണ്ടോ? ഓക്കെ. സോ ഇതാണ് റിയോ കൺവെൻഷനിൽ മെയിൻ ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട എർത്ത് സബ്മിറ്റ് അഥവാ റിയോ കോൺഫറൻസ് എന്നൊക്കെ പറയും. മേജർ ആയിട്ട് 3 റിയോ കൺവെൻഷൻ ഉണ്ട്. ഒന്ന് CBD, UNFCC, പിന്നെ UNCCD. ഓക്കെ, ഫസ്റ്റ് വൺ ആണ് നമ്മുടെ UNFCCC, അതായത് യുണൈറ്റഡ് നേഷൻസ് ഫ്രെയിംവർക്ക് കൺവെൻഷൻ ഓൺ ക്ലൈമറ്റ് ചേഞ്ച്. ഓക്കെ, സോ അത് അഡോപ്റ്റ് ചെയ്തത് 1992 ഫോഴ്സിൽ വന്നത് 1994. സോ UNFCCയുടെ മേജർ എയിം എന്ന് പറയുന്നത് ഗ്രീൻ ഹൗസ് ഗ്യാസ് കോൺസെൻട്രേഷൻസ് സ്റ്റെബിലൈസ് ചെയ്യുക എന്നുള്ളതായിരുന്നു ഈ UNFCC കൺവെൻഷന്റെ മേജർ ആയിട്ട് വരുന്ന ഒരു ഗോൾ അല്ലെങ്കിൽ എയിം എന്ന് പറയുന്നത്. ഇനി UNFCCയുടെ സെക്രട്ടേറിയറ്റ് വരുന്നത് ജർമ്മനിയില് ബോൺ ജർമ്മനിയിലാണ് സെക്രട്ടേറിയറ്റ് വരുന്നത്. UNFCC ഒരു ലീഗലി ബൈൻഡിങ് ആയിട്ടുള്ള ഒരു കൺവെൻഷൻ ആയിരുന്നു. സോ അതുകൊണ്ട് തന്നെ എന്താണ് കുറച്ചും കൂടെ അതിന്റെ ഒരു ഫ്യൂച്ചർ അല്ലെങ്കിൽ ഒരു വേ ഫോർവേഡ് പോലെ വന്നിട്ടുള്ള 2 എഗ്രിമെന്റ്സ് ആണ്, അല്ലെങ്കിൽ ഒരു പ്രോട്ടോകോളും ഒരു എഗ്രിമെന്റും, ക്യോട്ടോ പ്രോട്ടോകോൾ ആൻഡ് പാരീസ് എഗ്രിമെന്റ്. ഈ 2 എന്താണ് ബോഡീസിനും ഒരു ഗ്രൗണ്ട് വർക്ക് പോലെ ആക്ട് ചെയ്തത് UNFCC ആണ്. ഓക്കെ, ക്യോട്ടോ പ്രോട്ടോകോൾ ആൻഡ് പാരീസ് എഗ്രിമെന്റ്. അതായത് ഗ്രൗണ്ട് വർക്ക് പോലെ ഒരു ഗ്രൗണ്ട് വർക്ക് പോലെ വന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ UNFCCയുടെ മേജർ എയിം എന്ന് പറയുമ്പോൾ നമ്മുടെ ഗ്രീൻ ഹൗസ് ഗ്യാസ് കോൺസെൻട്രേഷൻസ് സ്റ്റെബിലൈസ് ചെയ്യുക എന്നുള്ളതാണല്ലോ. സോ അതുകൊണ്ട് തന്നെ ഓരോ ഇയറിലും അവർ ഓരോ COPs നടത്തും, കോൺഫറൻസ് ഓഫ് പാർട്ടീസ് നടത്തും. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ കൺവെൻഷന്റെ സംഗതിയാണ് COP എന്ന്. സോ ഇങ്ങനെ കോൺഫറൻസ് ഓഫ് പാർട്ടീസ് നടത്തുമ്പോൾ
ഇതിൽ ഓരോ കോൺഫറൻസ് ഓഫ് പാർട്ടീസിൽ അവർ ഓരോരോ തീരുമാനങ്ങൾ എടുക്കും. സോ അങ്ങനെ ക്യോട്ടോ പ്രോട്ടോകോള് COP3-യിലാണ് വന്നത്. പിന്നെ പാരീസ് അഗ്രിമെന്റ് വന്നത് COP21-ലും. ഈ UNFCCയുടെ ഭാഗമായിട്ട് നടന്ന COP-യുടെ ഭാഗമായിട്ടാണ് എന്താണ് ക്യോട്ടോ പ്രോട്ടോകോളും പാരീസ് അഗ്രിമെന്റും വന്നത്. ഓക്കെ, COP3 1997, COP21 2015-ലാണ് പാരീസ് അഗ്രിമെന്റ് വരുന്നത്. 2015. ഓക്കെ, ഇതിൽ നിങ്ങൾ മെയിൻ ആയിട്ടും അഡോപ്റ്റ് ചെയ്ത ഡേറ്റ് ആണ് ഓർത്ത് വെക്കുക. അധികം ആ ഒരു ഡേറ്റ് വെച്ചിട്ടാണ് ക്വസ്റ്റ്യൻ കണ്ടിട്ടുള്ളത്. ഇത് അധികവും തന്നെ മാച്ച് ദ ഫോളോയിങ് ഒക്കെ ആയിട്ടേ ക്വസ്റ്റ്യൻ വരുള്ളൂ. ഇതുവരെ അങ്ങനെയാണ് വന്ന് കണ്ടിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. അത്യാവശ്യം ഒരു 2 പ്രാവശ്യമൊക്കെ വായിച്ച് ആ ഡേറ്റ് ഒക്കെ ഒന്ന് എങ്ങനെയെങ്കിലും ഒന്ന് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ വലിയ പ്രശ്നം ഉണ്ടാവില്ല. ഓക്കെ, ഈ UNFCC CBD സാധനങ്ങളൊക്കെ ഓർത്ത് വെക്കാൻ എളുപ്പമുണ്ട് കേട്ടോ. അത് ഞാനൊരു കാര്യം പറഞ്ഞുതരാം. അതായത് നോക്കൂ, നമ്മുടെ റിയോ സബ്മിറ്റ് 1992-ലായിരുന്നു എന്ന് പറഞ്ഞില്ലേ. റിയോ സബ്മിറ്റിന്റെ റിസൾട്ട് ആയിട്ട് ഫോം ചെയ്ത കൺവെൻഷൻസ് അല്ലേ CBD, UNFCC, UNCCD. സോ ഇതിന്റെ എല്ലാം അഡോപ്റ്റ് ചെയ്ത ഡേറ്റ് എന്ന് പറയുന്നത് 1992 തന്നെയായിരിക്കും. ഫോഴ്സിലേക്ക് വന്ന ഡേറ്റിലായിരിക്കും വ്യത്യാസം ഉണ്ടാവാം. ഓക്കെ, കണ്ടോ നമ്മുടെ CBD 1992-ല്. അതുപോലെ തന്നെ UNCCD എവിടെ പോയി? ഓ മൈ ഗോഡ്, സോറി, UNCCD കാണുന്നില്ലല്ലോ. ഓക്കെ, ഇവിടെ ഉണ്ട്. ഓ, UNCCD ഒരു ചെറിയ വ്യത്യാസം ഉണ്ട് കേട്ടോ. 1994-ലാണ്. സോറി. ഓക്കെ, അപ്പൊ ഇത് രണ്ടും ഓർത്ത് വെച്ചോ. ഏതാണ്? നമ്മുടെ CBD, അതുപോലെ തന്നെ UNFCC 1992-ല് റിയോ കൺവെൻഷന്റെ ഭാഗമായിട്ട് വന്നത്. ഓക്കെ, അത് രണ്ടും 1992-ലാണ് അഡോപ്റ്റ് ചെയ്തതെന്ന് ഓർത്ത് വെച്ചോ കേട്ടോ. ഓക്കെ, ഇനി UNFCCയുടെ കാര്യം പറയുമ്പോൾ അതിന്റെ മേജർ ആയിട്ട് വരുന്ന ഗൈഡിങ് പ്രിൻസിപ്പിൾസ് ആണ് നമ്മുടെ ഈ കോമൺ ബട്ട് ഡിഫറൻഷിയേറ്റഡ് റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ സംഗതി തന്നെ. പിന്നെ പ്രിക്കോഷണറി പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ക്ലൈമറ്റ് ചേഞ്ചിനെ അഡ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രിവെന്റീവ് ആയിട്ടുള്ള മെഷേഴ്സ് എടുക്കുക എന്നുള്ളതാണ്. പിന്നെ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ആണ് വൺ ഓഫ് ദ അതർ ഗൈഡിങ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. 3 മേജർ ഗൈഡിങ് പ്രിൻസിപ്പിൾസ് ഉണ്ട്. CBDR, പ്രിക്കോഷണറി പ്രിൻസിപ്പിൾ, സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്. ഓക്കെ, ഇനി ആനുവലി UNFCCന്റെ COPs എല്ലാ വർഷവും മീറ്റ് ചെയ്യുന്നുണ്ട്. COP29 അതായത് 2024 നടന്നതാണ് COP29. അത് അസർബൈജാനിലെ ബാക്കുവിലാണ് നടന്നത്. ഗൈഡിങ് പ്രിൻസിപ്പിൾസ് നമ്മുടെ UNFCCയുടെ ഗൈഡിങ് പ്രിൻസിപ്പിൾസ് ആണ് CBDR, പ്രിക്കോഷണറി പ്രിൻസിപ്പിൾ, സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്നൊക്കെ പറയുന്നത്. ഇനി 2025 നടന്നതാണ് COP30 എന്ന് പറയുന്നത്. നമ്മുടെ ലേറ്റസ്റ്റ് ആയിട്ട് November 10 to 21 വരെ ആണ് നടന്നത്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ബ്രസീലിൽ നടന്നത് COP30, UNFCCയുടെ COP ട്ടോ. ഏത് സ്ലൈഡാണ്? ഇത് അതിന്റെ പ്രിൻസിപ്പൾസ്. ഇതിൽ നിങ്ങൾ ഓക്കെ മേജർ ആയിട്ട് ആ ഇയറും അതിന്റെ ഗോളും എന്താന്ന് ഓർത്തിരിക്കാം. ഓക്കെ, ഇതിന്റെ എല്ലാത്തിന്റെയും മേജർ ആയിട്ടുള്ള ഗോൾ എന്ന് പറയുന്നത് നമ്മുടെ എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ ആണ്, ക്ലൈമറ്റ് ചേഞ്ചിനെ അഡ്രസ് ചെയ്യുക എന്നുള്ളതാണ്. സോ ഏതെല്ലാം രീതിയിൽ ക്ലൈമറ്റ് ചേഞ്ചിനെ അഡ്രസ് ചെയ്യുന്നു എന്നുള്ളതിലാണ് വ്യത്യാസം വരിക. വിയന്ന കൺവെൻഷൻ എന്ന് പറയുമ്പോൾ ഓസോൺ ലെയർ ഡിപ്ലീഷന്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടും, അതുപോലെ തന്നെ മോൺട്രിയൽ പ്രോട്ടോകോൾ എന്ന് പറയുന്നത് ഓസോൺ ലെയർ ഡിപ്ലീറ്റിംഗ് സബ്സ്റ്റൻസസിന്റെ പ്രിവെൻഷന് വേണ്ടിയിട്ടും, പിന്നെ UNFCC എന്ന് പറയുന്നത്
ഗ്രീൻ ഹൗസ് ഗ്യാസിന്റെ കോൺസെൻട്രേഷൻ സ്റ്റെബിലൈസ് ചെയ്യുക എന്നുള്ളതും. ഓക്കെ, UNFCCയുടെ ഭാഗമായിട്ട് വന്ന എഗ്രിമെന്റ്സ് ആണ് നമ്മുടെ ക്യോട്ടോ പ്രോട്ടോക്കോളും പാരീസ് എഗ്രിമെന്റും. ഓക്കെ, സോ റീസെന്റ് ആയിട്ട് നടന്നത് COP30 2025 ബ്രസീലില്, ബെലേം, ബ്രസീൽ. നെക്സ്റ്റ്, കൺവെൻഷൻ ഓൺ ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി. കൺവെൻഷൻ ഓൺ ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി എന്ന് പറയുമ്പോൾ എന്താണ്, പേരിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം, ബയോഡൈവേഴ്സിറ്റി കൺസർവേഷൻ ആണ് അതിന്റെ മേജർ എയിം എന്ന് പറയുന്നത്. സസ്റ്റൈനബിൾ യൂസ് ഓഫ് ഡൈവേഴ്സിറ്റി ഓഫ് ലൈഫ് ഓൺ ദി എർത്ത്, അതുപോലെ തന്നെ അവരുടെ പ്രിസർവേഷൻ കാര്യങ്ങളാണ് കൺവെൻഷൻ ഓൺ ബയോളജിക്കൽ ഡൈവേഴ്സിറ്റിയുടെ മേജർ എയിം എന്ന് പറയുന്നത്. സോ CBDയുടെ സെക്രട്ടേറിയറ്റ് വരുന്നത് മോൺട്രിയൽ, കാനഡയിലാണ് സെക്രട്ടേറിയറ്റ് വരുന്നത്. CBD ഒരു ലീഗലി ബൈൻഡിങ് ആയിട്ടുള്ള കൺവെൻഷൻ തന്നെയാണ്. ഇതിന്റെ 3 മെയിൻ ഒബ്ജക്റ്റീവ്സ് ആണ്. ഒന്ന്, കൺസർവേഷൻ ഓഫ് ബയോഡൈവേഴ്സിറ്റി, പിന്നെ സസ്റ്റൈനബിൾ യൂസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി, fair and equitable sharing of benefits arising from the use of genetic resources. ഓക്കെ, ഇത് മൂന്നുമാണ് അതിന്റെ മെയിൻ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ നമ്മൾ UNFCC പറഞ്ഞപ്പോൾ നമ്മൾ എന്താ പറഞ്ഞ, UNFCCയും ഒരു ലീഗലി ബൈൻഡിങ് ആയിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ CBDയും ഒരു ലീഗലി ബൈൻഡിങ് ആണ്. ഓക്കെ, CBD എന്ന് പറയുമ്പോൾ പേരിൽ നിന്ന് തന്നെയുണ്ട്, ബയോഡൈവേഴ്സിറ്റി കൺസർവേഷൻ ആണ്. ബയോഡൈവേഴ്സിറ്റിന്ന് കിട്ടുന്ന റിസോഴ്സസിന്റെ ഈക്വിറ്റബിൾ, അതായത് ഫെയർ ഷെയറിങ്, അല്ലെങ്കിൽ എല്ലാവർക്കും തുല്യ രീതിയിൽ കിട്ടുന്ന രീതിയിലുള്ള ഈക്വിറ്റബിൾ ഷെയറിങ് ഓഫ് ബെനിഫിറ്റ്സ്, അതുപോലെ തന്നെ അതിന്റെ കൺസർവേഷൻ, സസ്റ്റൈനബിൾ യൂസ്. സെക്രട്ടേറിയറ്റ് വരുന്നത് മോൺട്രിയൽ, കാനഡ. ഓക്കെ, ഫോഴ്സിലേക്ക് വരുന്നത് 1993 അഡോപ്റ്റ് ചെയ്തത് 1992 റിയോ സബ്മിറ്റില്. ഓക്കെ, ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി നമ്മുടെ CBD കൺവെൻഷന്റെ അണ്ടറിൽ വന്നിട്ടുള്ള 3 മേജർ പ്രോട്ടോകോൾസ് നോക്കാം. CBD കൺവെൻഷന്റെ അണ്ടറിൽ വന്നിട്ടുള്ള 3 മേജർ പ്രോട്ടോകോൾസ്. ഫസ്റ്റ് വൺ ആണ് കാർട്ടാജീന പ്രോട്ടോകോൾ ഓൺ ബയോസേഫ്റ്റി. 2000 വന്നതാണ് കാർട്ടാജീന പ്രോട്ടോകോൾ ഓൺ ബയോസേഫ്റ്റി. നെക്സ്റ്റ് വൺ ഈസ് നഗോയ പ്രോട്ടോകോൾ ഓൺ ആക്സസ് ആൻഡ് ബെനിഫിറ്റ് ഷെയറിംഗ്, 2010 വന്നിട്ടുള്ളത്. പിന്നെ നഗോയ കോലാലംബൂർ സപ്ലിമെന്ററി പ്രോട്ടോകോള് 2010 തന്നെ. സോ ഇതില് കാർട്ടാഗീന പ്രോട്ടോകോൾ ഓൺ ബയോസേഫ്റ്റിയും നഗോയ പ്രോട്ടോകോൾ ഓൺ ആക്സസ് ആൻഡ് ബെനിഫിറ്റ് ഷെയറിംഗും എന്തായാലും ഓർക്കണം. ഓക്കെ, കാർട്ടാഗീന പ്രോട്ടോകോളിന്റെ മേജർ എയിം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ LMOs എന്ന് വെച്ച് കഴിഞ്ഞാൽ ലിവിങ് മോഡിഫൈഡ് ഓർഗാനിസം. ഓക്കെ, അതായത് ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, നമ്മുടെ ജനറ്റിക്കലി മോഡിഫൈഡ് ഓർഗാനിസം, അതുപോലെ തന്നെയാണ് ലിവിങ് മോഡിഫൈഡ് ഓർഗാനിസത്തിന്റെ സേഫ് ആയിട്ടുള്ള ട്രാൻസ്ഫർ, അതിന്റെ ഹാൻഡ്ലിങ്, അതിന്റെ യൂസ്, ഇതിനെയെല്ലാം കറക്റ്റ് ആയിട്ട് റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രോട്ടോകോൾ ആണ് കാർട്ടാഗീന പ്രോട്ടോകോൾ ഓൺ ബയോസേഫ്റ്റി. ഓക്കെ, സോ ബയോസേഫ്റ്റി എന്ന് പറയുമ്പോൾ ആലോചിക്കുക, ബയോ മീൻസ് ഓൾവേസ് ഇറ്റ് വിൽ റിലേറ്റ്സ് ടു ലിവിങ് തിങ്സ്. സോ ലിവിങ് മോഡിഫൈഡ് ഓർഗാനിസത്തിന്റെ സേഫ് ആയിട്ടുള്ള ട്രാൻസ്ഫർ, ഹാൻഡ്ലിങ്, അതിന്റെ യൂസ്. ഓക്കെ, അതെല്ലാം റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് നമ്മുടെ കാർട്ടാഗീന പ്രോട്ടോകോൾ. ഇനി നഗോയ പ്രോട്ടോകോൾ എന്ന് പറയുമ്പോൾ 2010 വന്നതാണ്. സോ അതിന്റെ മേജർ ആയിട്ടുള്ള എയിം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഈക്വിറ്റബിൾ ഷെയറിംഗ് ഓഫ് ബെനിഫിറ്റ്സ്, ഫെയർ ആൻഡ് ഈക്വിറ്റബിൾ ഷെയറിംഗ് ഓഫ് ബെനിഫിറ്റ്സ് അറൈസിംഗ് ഫ്രം ദ യൂട്ടിലൈസേഷൻ ഓഫ് ജനറ്റിക് റിസോഴ്സസ്. ഓക്കെ, ഈക്വിറ്റബിൾ ഷെയറിംഗ് ഓഫ് ബെനിഫിറ്റ്സ് എന്ന് പറയുമ്പോൾ ഓർക്കുക നഗോയ ആണെന്നും, LMOs എന്ന് കാണുമ്പോൾ ഓർക്കുക കാർട്ടാഗീനയാണെന്നും. ഓക്കെ, ഇനി ഇതിന്റെ ഈ LMOsന്റെ ട്രാൻസ്ബൗണ്ടറി മൂവ്മെന്റിനെ അഡ്രസ് ചെയ്യുന്നതാണ് നമ്മുടെ നഗോയ കോലാലംബൂർ സപ്ലിമെന്ററി പ്രോട്ടോകോള്. സോ നമ്മുടെ കൺവെൻഷൻ ഓൺ ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി 1992 അഡോപ്റ്റ് ചെയ്തതിന്റെ ഭാഗമായിട്ട് 3 മേജർ പ്രോട്ടോകോൾസ് വരുന്നുണ്ട്.
First one is Cartagena Protocol, Nagoya Protocol on Access and Benefit Sharing, then Nagoya Kuala Lumpur Supplementary Protocol on Liability and Redress. അതും 2010-ലാണ്. മെയിൻ ആയിട്ട് കാർട്ടാഗീന പ്രോട്ടോകോൾ ഓൺ ബയോസേഫ്റ്റി ഓർക്കുക 2000-ലാണ്. ബയോസേഫ്റ്റി എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് റിലേറ്റിംഗ് ടു ലിവിങ് തിങ്സ് ആണെന്ന് ഓർക്കുക. അപ്പൊ നമുക്ക് ലിവിങ് മോഡിഫൈഡ് ഓർഗാനിസത്തിലേക്ക് നമ്മൾ എങ്ങനെ വരിക? ലിവിങ് മോഡിഫൈഡ് ഓർഗാനിസം, LMOs, അതിന്റെ സേഫ് ആയിട്ടുള്ള ട്രാൻസ്ഫർ, ഹാൻഡ്ലിങ്, യൂസ്. നഗോയ പ്രോട്ടോകോൾ എന്ന് പറയുന്നത് ആക്സസ് ആൻഡ് ബെനിഫിറ്റ് ഷെയറിംഗ് ആണ്. അതായത് നമ്മുടെ ജനറ്റിക് റിസോഴ്സസിൽ നിന്നും കിട്ടുന്ന എന്താണ് പ്രൊഡക്ട്സിന്റെ ഈക്വിറ്റബിൾ ആൻഡ് ഫെയർ ഷെയറിങ്ങിനെയാണ് നമ്മൾ നഗോയ പ്രോട്ടോകോളിൽ എയിം ചെയ്യുന്നത്. ഇനി ഇതിന്റെ എല്ലാം ട്രാൻസ് ബൗണ്ടറി മൂവ്മെന്റിനെയാണ് LMOസിൽ അഡ്രസ് ചെയ്യുന്നത്. ഓക്കെ, ട്രാൻസ് ബൗണ്ടറി മൂവ്മെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് എന്താ പറയാ, അപ്പൊ ഒരു കൺട്രിയിൽ നിന്ന് മറ്റു കൺട്രീസിലേക്ക് നമ്മുടെ ഈ ജനറ്റിക്കലി മോഡിഫൈഡ് ആയിട്ടുള്ള ഈ ക്രോപ്സ് ഒക്കെ ഇല്ലേ, അതായത് ഇപ്പോ നമ്മുടെ എന്താണ് ഇന്ത്യയിൽ തന്നെ ഇപ്പൊ റൈസ് ഒക്കെ എടുക്കുകയാണെങ്കിൽ റൈസിന്റെ തന്നെ പല വെറൈറ്റീസ് ഇല്ലേ, ജനറ്റിക്കലി മോഡിഫൈഡ് ആയിട്ടുള്ള കുറച്ചും കൂടെ എന്താണ് ഈൽഡ് കൂടുതൽ കിട്ടുന്ന ടൈപ്പ് ഓഫ് ഇതെല്ലാം ഉണ്ട്. എന്താണ് റൈസ് വെറൈറ്റീസ് ഉണ്ട്, ജനറ്റിക്കലി മോഡിഫൈഡ് ആണ്. സോ അതിൻ്റെയൊക്കെ പേറ്റന്റ് എന്ന് വെച്ചാൽ നമ്മുടെ ഇന്ത്യയിൽ കണ്ടുപിടിച്ച സാധനങ്ങളുടെ പേറ്റന്റ് നമ്മുടെ ഇന്ത്യക്ക് തന്നെയായിരിക്കും. സോ ഇന്ത്യയിൽ നിന്ന് അത് വേറൊരു രാജ്യത്തൊക്കെ എല്ലാം ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ അതിനെയാണ് നമ്മൾ ട്രാൻസ് ബൗണ്ടറി മൂവ്മെന്റ് എന്ന് പറയുന്നത്. സോ അങ്ങനെ ഒരു കൺട്രിയിൽ നിന്നും വേറൊരു കൺട്രിയിലേക്ക് ഈ LMOസിന്റെ ട്രാൻസ്ഫറിൽ എന്താണ് എന്തെങ്കിലും ഇഷ്യൂസോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ അഡ്രസ് ചെയ്യുക എന്നുള്ളതാണ് നഗോയ കുആല ലംപൂർ സപ്ലിമെന്ററി പ്രോട്ടോകോൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നമ്മൾ റീസെന്റ് ആയിട്ട് ഒരു സംഗതി കേട്ടില്ലായിരുന്നോ? നമ്മുടെ നവ്യ നായർ മുല്ലപ്പൂ ചൂടിയിട്ട് ഫ്ലൈറ്റിൽ പോയി, എന്നിട്ട് ഓസ്ട്രേലിയക്കാര് ആൾക്ക് ഫൈൻ അടപ്പിച്ചത് എല്ലാരും കേട്ടില്ലേ? അതൊക്കെ ഏതാണ്ട് ഈ ഒരു സാധനമായിട്ടാണ്. അതായത് നമുക്ക് മുല്ലപ്പൂ എന്നൊക്കെ പറയുന്നത് ഒരു സ്പീഷ്യസ് ആണല്ലോ, അതായത് ഫ്ലവർ. സോ അങ്ങനെ നമ്മൾ അങ്ങനത്തെ സാധനങ്ങൾ വെച്ചിട്ടൊന്നും നമുക്ക് ഒരു കൺട്രി അല്ലെങ്കിൽ ബോർഡർ കിടക്കാൻ പറ്റില്ല. ലൈക്ക് അവർക്ക് അവരുടേതായ പ്രൊട്ടക്ഷൻസും സേഫ്റ്റി ഇഷ്യൂസ് ഒക്കെ ഉണ്ട്. ഇപ്പൊ സപ്പോസ് ആ മുല്ലപ്പൂല് നമ്മുടെ നാട്ടിൽ നിന്നുള്ള എന്തെങ്കിലും വൈറസോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സാധനം ഒക്കെ ഉണ്ടെങ്കിൽ അത് അവരുടെ നാട്ടിലേക്ക് എത്തുമല്ലോ. സോ ആ കാര്യങ്ങൾ ഒക്കെ അവർ വളരെയധികം എൻഷുർ ചെയ്യും. അതാണ് നമ്മുടെ ട്രാൻസ് ബൗണ്ടറി മൂവ്മെന്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ക്ലിയർ അല്ലേ? ഇനി CBDയുടെ COPs ഏറ്റവും ലേറ്റസ്റ്റ് COP ആണ് COP 17 എന്ന് പറയുന്നത്. അത് അർമേനിയയില് എറിവാൻ എന്ന് പറയുന്ന സ്ഥലത്താണ് 2026 നടക്കാൻ പോകുന്നതാണ് COP 17 ഉള്ളത്. പിന്നെ CBDയുടെ COP 1 ഏതാന്ന് ചോദിച്ചു കണ്ടിട്ടുണ്ട്. COP 1 ബഹാമസ് 1994-ലാണ് COP 1, CBDയുടെ COP 1. ഇതൊരു ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുണ്ട്. CBDയുടെ COP 1 എവിടെയായിരുന്നു എന്ന്? ബഹാമസിലായിരുന്നു. ഓക്കെ, ലേറ്റസ്റ്റ് ആയിട്ടുള്ളത് COP 17 ആണ് 2026 നടക്കാൻ പോകുന്നത് അർമേനിയയിൽ. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഹലോ, എല്ലാരും പോയോ? ഓക്കെ ഓക്കെ, നെക്സ്റ്റ് ഒരു ഗ്രൂപ്പാണ് മിയാമി ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ കാർട്ടാഗീന പ്രോട്ടോകോള് പറഞ്ഞില്ലേ? എന്തായിരുന്നു കാർട്ടാഗീന പ്രോട്ടോകോള് പറഞ്ഞത്? ഓർമ്മയുണ്ടോ നോക്കട്ടെ. എന്തായിരുന്നു നമ്മൾ കാർട്ടാഗീന പ്രോട്ടോകോൾ പറഞ്ഞിരുന്നത്? യെസ്, LMOസിന്റെ അല്ലേ? സോ ഈ കാർട്ടാഗീന പ്രോട്ടോകോളിനെ ഒപ്പോസ് ചെയ്തിരുന്ന കുറച്ച് കൺട്രീസിനെയാണ് നമ്മൾ മിയാമി ഗ്രൂപ്പ്സ് എന്ന് പറയുന്നത്. ഓക്കെ,
സോ ഈ മിയാമി ഗ്രൂപ്പ് എന്ന് പറയുന്ന ഈ കൺട്രീസ് സജസ് US, കാനഡ, ഓസ്ട്രേലിയ, അർജന്റീന, ചിലി, യുറുഗെ ഇതെല്ലാം എന്താണ് ഈ GMOs, അതായത് ജനറ്റിക്കലി മോഡിഫൈഡ് ഓർഗാനിസത്തിന്റെ മേജർ പ്രൊഡ്യൂസേഴ്സ് ആൻഡ് എക്സ്പോർട്ടേഴ്സ് ആണ്. സോ അതുകൊണ്ട് തന്നെ ഈ കാർട്ടാഗീന പ്രോട്ടോകോളിന്റെ എന്താണ് അതിന്റെ മേജർ ആയിട്ട് വരുന്ന പ്രൊവിഷൻസിനോടെല്ലാം ഈ മിയാമി ഗ്രൂപ്പ് ഒപ്പോസ് ചെയ്ത് നിന്നിരുന്നു. അങ്ങനെ ഒപ്പോസ് ചെയ്ത കൺട്രീസിനെയാണ് നമ്മൾ എന്ത് മിയാമി ഗ്രൂപ്പ് എന്നുകൊണ്ട് അഡ്രസ് ചെയ്യുന്നത്. ഓക്കെ, സോ മിയാമി ഗ്രൂപ്പിൽ വരുന്നതാണ് US, കാനഡ, ഓസ്ട്രേലിയ, അർജന്റീന, ചിലി, ഉറുഗ്വേ. ഇത് നമുക്ക് എങ്ങനെ പഠിക്കാൻ പറ്റാം? യു വരുന്ന രണ്ടെണ്ണം അല്ലേ, U², C², A². US-ഉം ഉറുഗ്വേയും, കാനഡ, ചിലി, ഓസ്ട്രേലിയ, അർജന്റീന, മിയാമി ഗ്രൂപ്പ്. ഓക്കെ, നിങ്ങൾക്ക് നെക്സ്റ്റ് 6 o'clock സെഷൻ ഉണ്ടോ? എന്താണ് അവസ്ഥ?